الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وأعد له عذابا عظيما صدق الله العظيم قال رسول الله صلى الله عليه وسلم أول ما يقضى من أمتي يوم القيامة في الدماء صدق رسول الله طب بطيب من طبيب حامق داء الفؤاد طالبا طوبى بطابا طاب للأبطال طال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ظلت ظل 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 ظلت ظل ظل لا إلا لا ظل ظليلا ظل الغرام في الفضل ضال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله പ്രിയമുള്ള സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയ മുഴുവൻ പാപങ്ങളും വെട്ടുപുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിച്ച് അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും നസീബാക്കുമാറാവട്ടെ. നമ്മളിലും സന്താന പരമ്പരകളിലും ഈമാനികമാകുന്ന സൗഭാഗ്യം അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവരുടയവർ, ഈ മഹലിന്റെ ഖബർസ്ഥാനിൽ അന്തിമവിശ്രമം ചെയ്യുന്ന കുടുംബാദികൾ അല്ലാഹു ഏവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം നാളെ അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാസൗഭാഗ്യം നാഥനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകിയിട്ട് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. اعتكافنا نية مرضوية نية نويت الاعتكاف في هذا المسجد الله تعالى نولي ولي الاعتكاف لنا
പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഇന്ന് കേരളക്കരയിലുടനീളം എന്ന് വേണ്ട ലോകത്തിന്റെ വിവിധ പ്രവിശ്യകളിലെല്ലാം തന്നെ വാർത്താമാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയും അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കൊലപാതകങ്ങളാണ്. രാഷ്ട്രീയമാകട്ടെ അല്ലാതാകട്ടെ ധാരാളം കൊലപാതകങ്ങൾ പാവപ്പെട്ടതാകുന്ന ആളുകൾ അതിന് ഇരയാക്കപ്പെടുന്നു എന്ന് പറയുന്നു. അതൊരു നിസ്സാര വിഷയമല്ല എന്നുള്ളത് മുസ്ലിം സമുദായത്തെ ഒന്ന് ഉത്ബോധിപ്പിക്കൽ അനിവാര്യമാണ്. ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുക അത് നമുക്ക് അനുവദനീയമാണ്. മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ അകാരണമായിട്ടൊരു മനുഷ്യന്റെ ശരീരത്തിന് മുറിവേൽപ്പിക്കുക, ക്ഷതമേൽപ്പിക്കുക എന്നുള്ളത് പരിശുദ്ധ ശരീഅത്ത് എന്താണ് അതിന് വ്യക്തമാക്കുന്നത്, വിശുദ്ധ ഇസ്ലാം എന്താണ് അതിന്റെ കാഴ്ചപ്പാട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൻ നിസായിലൂടെ വ്യക്തമായ രീതിയിൽ നമുക്ക് പഠിപ്പിക്കുന്നു. 85-86 വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് ഒരു വ്യക്തി അവന്റെ പ്രിയപ്പെട്ട സഹോദരൻ മുസ്ലിമാകുന്ന ഒരു സഹോദരനെ തന്നെ വധിച്ചു കഴിഞ്ഞാൽ എന്താണ് അവനുണ്ടാകുന്ന അതിലൂടെ ഉണ്ടാകുന്ന നാശങ്ങൾ. ഈ ഭൗതിക ലോകത്തെ അല്ല, നാളെ ആഖിറത്തിൽ ഉണ്ടാകുന്ന നഷ്ടം. ഈ ദുനിയാവിൽ നമുക്ക് ആകെ 60-70 വയസ്സ് ജീവിതമാണുള്ളത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി പ്രതിഫലം നൽകുന്നത് നാളെ ആഖിറത്തിലാണ്. അതുകൊണ്ടാണ് മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൂന ഉജൂറക്കും യൗമൽ ഖിയാമ. എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ട് അതേ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ രീതിയിൽ മരണത്തെ ബന്ധപ്പെടുത്താതെ മരണത്തെ പറഞ്ഞിട്ട് വേഗം തന്നെ പറയുന്നത് ഖിയാമത്തിനെ കുറിച്ചാണ്. ഈ ഭൗതിക ലോകത്ത് മനുഷ്യന്റെ ശരീരത്തിനെ ഇല്ലാതാക്കുകയും അവനെ മാനഹാനി വരുത്തുകയും അവന്റെ ശരീരത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന, ഇല്ലാതാക്കുകയും ചെയ്യുന്ന, ഉന്മൂലനം നടത്തുകയും ചെയ്യുന്ന ആളുകൾ അവർ വ്യക്തമായി തിരിച്ചറിയട്ടെ, നിങ്ങൾക്ക് പരിപൂർണമായി പ്രതിഫലങ്ങൾ പരിപൂർണമായി നൽകപ്പെടുന്നത്. ഈ ഭൗതിക ലോകത്ത് നിങ്ങൾ ചെയ്ത നന്മകൾക്കാകട്ടെ തിന്മകൾക്കാകട്ടെ എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത് നാളെ ഖിയാമത്ത് നാളിലാണ്. അങ്ങനെ ഒരു ജീവിതമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നാളെ മഹ്ശറിൽ നിന്ന് ഖബറിൽ നിന്ന് ജനങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. സൂറത്ത് കാക്കറത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്ത് കേൾക്കുമ്പോൾ ആദ്യമായി ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നബിമാരെയും കൊണ്ടുവന്നു, എല്ലാ സമുദായക്കാരെയും കൊണ്ടുവന്നു, അവസാനം കത്തിച്ചൊരിക്കുന്ന നരകത്തെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് വിചാരണ തുടങ്ങി. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ തുടങ്ങുമ്പോൾ വിചാരണ നൽകപ്പെടുന്നത് രക്തച്ചൊരിച്ചിലുകൾ നടത്തിയവരുടെ വിഷയത്തിലാണ്, അകാരണമായി ജനങ്ങളെ വധിച്ചവരുടെ വിഷയത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവ്വലു മാ യുഖാ ബൈനൻ നാസ് യൗമൽ ഖിയാമത്തി ഫി ദിമാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബത്തെ നാളെ മഹ്ശറിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവർക്കിടയിൽ ആദ്യമായി ജനങ്ങൾക്കിടയിൽ വിചാരണ ചെയ്യപ്പെടുന്നത് രക്തച്ചൊരിച്ചിലുകളുടെ വിഷയത്തിലാണ്. ദുനിയാവിൽ വെച്ചുകൊണ്ട് നീ ആരെങ്കിലും അകാരണമായി കൊലപ്പെടുത്തിയിട്ടുണ്ടോ, ആ വിഷയമായിരിക്കും ആദ്യമായി ജനങ്ങൾക്കിടയിൽ വിചാരണ ചെയ്യപ്പെടുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കേട്ടില്ലേ എന്റെ മുസ്ലിം സഹോദരങ്ങൾ നടുങ്ങാത്തത്? നമ്മുടെ തൊട്ടടുത്ത ജില്ലയാകുന്ന തിരുവനന്തപുരം ജില്ല, നന്ദങ്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് കേടൽ എന്ന് പറയുന്ന 30 വയസ്സുള്ളതാകുന്ന ഒരു സഹോദരൻ സ്വന്തം അമ്മയെയും അച്ഛനെയും സഹോദരിയെയും കുഞ്ഞമ്മയും കൊലപ്പെടുത്തിയ രീതി നിങ്ങൾ പത്രത്തിലൂടെ ദർശിച്ചില്ലേ? ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും എന്താണ് അതിന്റെ കാരണമെന്ന് അവരോട് ചോദിച്ചിട്ട് അവൻ പല രീതിയിലുള്ള കാരണങ്ങൾ പറയുകയാണ്. അവൻ പറയുന്നു, ആദ്യം പറഞ്ഞത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുന്നത് കാണാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത്. എങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുന്നത്? അത് കാണാൻ വേണ്ടിയാണ്
ഞാൻ അത്തരത്തിലുള്ള ആസ്ട്രൽ പ്രൊജക്ഷൻ അതിനാണ് പേര് പറയുന്നത്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ആത്മാവ് എങ്ങനെയാണ് വിട്ടുപോകുന്നത്, ആ വിട്ടുപോകുന്നത് ദർശിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ എന്റെ സ്വന്തം അമ്മയെ, സ്വന്തം അച്ഛനെ, സ്വന്തം സഹോദരി, സ്വന്തം അമ്മയുടെ അനുജത്തി കുഞ്ഞമ്മയെ ഞാൻ വകപ്പെടും. ഒക്കെ പ്രായമുള്ളവർ, ആകെ സഹോദരി മാത്രമാണ് 26 വയസ്സുള്ള. ചിന്തിച്ചു നോക്കും, 30 വയസ്സുള്ള സഹോദരൻ. പിന്നെ പലതും മാറ്റി പറയുന്നു. അച്ഛന്റെ സ്വഭാവം മോശമായതുകൊണ്ട് പലതും പറയണം. പോലീസിനെ ഇട്ട് ആകെ കൊണ്ടും തിരുമല നടത്താൻ. ഏതുമായിക്കോട്ടെ, സ്വന്തം അച്ഛനെയും അമ്മയെയും, സ്വന്തം മാതാപിതാക്കൾ, സ്വന്തം ചോരയിൽ പിറന്നതാകുന്ന സഹോദരങ്ങൾ, സ്വന്തം രക്തകണങ്ങളാകുന്ന സ്വന്തം സഹോദരങ്ങളെ അറിവുല നടത്താൻ മനുഷ്യനെ ഇത്രത്തോളം പ്രാപ്തരാക്കിയത് ചിന്തിച്ചു നോക്കി. എവിടെ എത്തിയിരിക്കുന്നു, ലോകം എവിടെ എത്തിയിരിക്കണം. നമ്മളൊക്കെ ഇത് പത്രത്തിലൂടെ കണ്ടിട്ട് കൂട്ടക്കൊലം നമ്മളങ്ങനെ ഓർമ്മയില്ല, നമുക്കൊരു വിഷയമില്ല. കാരണം അടുത്ത ദിവസം വേറെ ചർച്ച വരെയാണ് പത്രത്തിൽ. പക്ഷെ ഒരു 10 കൊല്ലം മുമ്പ് ഇങ്ങനത്തെ ഒരു ചർച്ച കിട്ടിയാൽ ഹൃദയാഘാതം വന്ന് അച്ഛനമ്മമാരിക്കുമായിരുന്നു. മാതാപിതാക്കൾക്ക് വലിയ വേദനയായിരുന്നു. മക്കളുടെ വിഷയത്തിൽ, ഇന്നത്തെ തലമുറയിലെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വളരെയേറെ കെയറാകുന്നുണ്ട്. മക്കൾക്ക് ഇന്ന് കാണിച്ചു കൊടുക്കുന്ന സിനിമകളും സീരിയലിന്റെ ലോകവും ഒക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഏത് സിനിമകൾ എടുത്ത് പരിശോധിച്ചാലും, സീരിയൽ എടുത്ത് പരിശോധിച്ചാലും കൊലയും അനിതായ്മകളും മോശപ്പെട്ടതാകുന്ന വ്യഭിചാരവും അശ്ലീലതയും നിറഞ്ഞതാണ്. മിമ്പറിൽ നിന്നുകൊണ്ട് ഉലമാക്കൾ, മെഹ്റാബിൽ നിന്നുകൊണ്ട് ആലിമീങ്ങൾ അതിനെതിരെ ശക്തമായി പ്രഭാഷണം നടത്തിയിട്ട് പോലും കേരളത്തിൽ ഇന്ന് വാഴ്ത്തകൾ കണ്ടമാനമാണ്. അടയാളമായി തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, വളരെയേറെ കുറയും, പ്രാസംഗികന്മാർ അധികരിക്കും. ശരിയാണ്. ഇന്ന് കേരളക്കരയിലുടനീളം പ്രഭാഷകർ ഇഷ്ടംപോലെ വാഴ്ത്തകൾ, എവിടെയും പ്രഭാഷണത്തിന്റെ വാഴ്ത്തകൾ. കാസർഗോഡ് ഒരു ഭാഗത്ത് പ്രഭാഷണത്തിന് വേണ്ടി പോയാൽ തൊട്ടടുത്ത് 3 കിലോമീറ്റർ അപ്പുറത്തെ ഭാഗത്ത് പ്രഭാഷണം ഉണ്ടാകും. 5 കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരു പ്രഭാഷണം ഉണ്ടാകും. ഒരേ ദിവസം തന്നെ ആ ജില്ലയിൽ തന്നെ 7, 8, 9 സ്ഥലത്ത് വലിയ വലിയ പ്രഭാഷകർ വന്ന് പ്രഭാഷണം നടത്തുന്നു. അവിടെ ആളുകളുമുണ്ട്, ജനങ്ങളുമുണ്ട്. ഇതേപോലെ തന്നെ കേരളക്കരയിൽ ഉടനീളം പ്രഭാഷണങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. യൂട്യൂബിലൂടെ പ്രഭാഷണം കേൾക്കുന്നവർ ധാരാളമുണ്ട്, വാഴ്ത്തുകൾ ശ്രമിക്കുന്നവർ ധാരാളമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോഴും ആക്രമണങ്ങൾ അധികരിക്കുന്നു? ഉലമാക്കൾ പഠിപ്പിക്കുന്നു, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ആരെങ്കിലും തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഞാൻ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ആരെങ്കിലും സ്വന്തം ഭാര്യയുമായി, സ്വന്തം ഭാര്യയാണ് നമ്മുടെ ഹലാലായ പെണ്ണ്, ആ ഹലാലായ പെണ്ണിനുമായി തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, അവിഹിത ബന്ധമല്ല, അത് ഏത് സമയത്ത് ബന്ധപ്പെട്ടാലും ഹറാമായ കുട്ടികൾ മോശപ്പെട്ട തരത്തിലായിട്ട് പോവുക, അവന്റെ പ്രവർത്തനം ഹറാമാണ്, അതിന് ശിക്ഷയുണ്ട്. ഞാനീ പറയുന്നത് ഹലാലായ മാർഗം. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ സ്വന്തം ഭാര്യയാകുന്ന അവന്റെ പ്രിയപ്പെട്ട സഖിയുമായി, ജീവിത സഖിയുമായി ഒരു മനുഷ്യൻ ബന്ധപ്പെട്ടാൽ, അതിലൂടെ എന്താണ് ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി മറ്റുള്ളവരെ കൊല്ലാനുള്ള മനസ്സുള്ളവനായി വരുമെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നു. വളരെയേറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഞാൻ ഈ കാലഘട്ടത്തിലേക്ക് യോജിച്ചുകൊണ്ടാണ് ഈ വിഷയം പറയുന്നത്. നമ്മുടെ മക്കള് സ്വാലിഹീങ്ങളാകണം. ഉസ്താദെ 20 കൊല്ലം കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ അടുത്തിൽ കൊണ്ടുവന്നിട്ട് 10 കോഴിമുട്ട കൊണ്ടുവന്ന് കൊടുത്ത് ഒന്ന് മന്ത്രി ചൂതിയിട്ടതാണ് ഇറച്ചിയൊക്കെ താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ മക്കള് സ്വാലിഹീങ്ങളാകേണ്ട വഴിയാണ് ഈ പറയുന്നത്. നമ്മുടെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും അതിന്റെ സമയങ്ങളെ പരിഗണിക്കും. അള്ളാഹുവിന്റെ പള്ളിയുടെ കണ്ടത്തിലേക്കുള്ളതാകുന്ന നമസ്കാരത്തിന്റെ ബാബുൽ നിനക്ക് മുഴങ്ങിയാൽ പുരുഷൻ പള്ളിയിൽ വരണം. പള്ളിയിൽ വരാതെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ ആ സമയത്തെങ്ങാണ് അള്ളാഹുവിന്റെ അലങ്കരീയമായ വിധിപ്രകാരം നിനക്കൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടി ഒരുപക്ഷെ സാലിഹാവില്ല. അവന്റെ മനസ്സിലക്കറിൽ മറ്റുള്ളവരുടെ ചോര കുടിക്കാനുള്ള മോഹമായിരിക്കുമെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം എന്താണ്? 1,20,000 ആളുകളെ വധിച്ചു കളഞ്ഞതാകുന്ന മനുഷ്യനാണ്, തന്റെ കരം കൊണ്ട് വധിച്ച മനുഷ്യനാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ഇന്ന് ചെറിയ കുട്ടികൾ പോലും അടിച്ചു കൊല്ലാനും സ്വന്തം അമ്മയും അച്ഛനെയും അടിച്ചു കൊല്ലാൻ മടിയില്ല. 2013 ഒരു വാർത്ത എന്റെ മനസ്സിൽ വരിക. ചാവക്കാട് എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിലെ ഒരു ഭാഗത്ത് തന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ പകൽ വന്നുകൊണ്ട് ഭക്ഷണം ചോദിച്ചപ്പോ നോമ്പ് പിടിച്ചതാകുന്ന മുസ്ലിം സഹോദരന് അവന് വേണ്ടി ഭക്ഷണം വെച്ചു. ആ പാവപ്പെട്ട ഉമ്മ കൊടുത്ത കഞ്ഞിയിൽ അല്പം ഉപ്പ് കുറഞ്ഞു പോയതിന്റെ പേരില് വിറകിന്റെ
കഷ്ടം കൊണ്ട് ഉമ്മയുടെ തലക്കടിച്ചു വന്ന മുസ്ലിം സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട്. അന്നപ്പോട് നടന്നത് അവിശ്വാസിയല്ലേ, മുസ്ലിം സഹോദരനല്ലല്ലോ, ഇതര സമുദായത്തിന്റെ സഹോദരങ്ങളല്ലേ എന്ന് കരുതി നമ്മൾ ചിന്തിക്കരുത്. നമ്മുടെ മക്കളൊക്കെ അത്തരത്തിലേക്ക് പോകാൻ സിനിമയുടെ ലോകത്തും സീരിയലിന്റെ ലോകത്തേക്ക് മക്കളെ പറഞ്ഞേക്കുമ്പോ കുടുംബവുമായി ഒരുമിച്ചിരുന്നുകൊണ്ട് സിനിമകൾ കാണുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയട്ടെ, എന്തിനാണ് പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയേറെ പരീക്ഷണങ്ങൾ നൽകുന്നത്? റിലീസിന്റെ പടങ്ങൾ വരുന്നു, മാത്രമല്ല ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ അടയാളം ഇതുവരെ പടങ്ങൾ റിലീസായിട്ട് കോടികളുടെ കഥ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പൊ 150 കോടി, 15 ദിവസം കൊണ്ട് 50 കോടി. അത് മുസ്ലിം കാക്കയാണ് അഭിനയിക്കുന്നത് പോലും. പരിശുദ്ധ മുസ്ലിമീങ്ങളാകുന്ന സഹോദരങ്ങൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ ആത്മീയ വീര്യം ഉൾക്കൊള്ളട്ടെ. ഇത്തരത്തിലുള്ള സിനിമകൾ കണ്ട് മോശപ്പെട്ട തരത്തിലേക്ക് നിന്റെ ശരീരത്തെ, നിന്റെ മക്കളുടെ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ, നിന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ ജീവനെടുക്കാൻ ഉപയുക്തമാക്കുന്നത് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? യുദ്ധം വിധിച്ചവിടുന്ന മതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ചിന്തിക്ക്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പഠിച്ചു നോക്കണം നമ്മൾ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അറബികൾക്കിടയിൽ ഒരു പരിപാടിയുണ്ട്, വാള് അവരുടെ ഊറയിൽ എപ്പോഴും കിടക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യുദ്ധത്തിന്റെ സമയത്ത് പോലും ശത്രുവിനെ കണ്ടു ശത്രുവിന്റെ മുന്നിലെത്തിയിട്ടല്ലാതെ വാള് ഊരരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞാൽ 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് വാളൂരി പിടിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. ആ സമയത്ത് ആരുടെയെങ്കിലും കയ്യിലോ വിരലോ വിരലെത്തും, അപകടമാണ്. മറ്റുള്ളവരുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വിലപ്പെട്ടത്. അതുകൊണ്ട് നിന്റെ ഊറയിൽ തന്നെയാണ് ലോക ചരിത്രത്തിൽ ഇതുപോലെ ഒരു നേതാവില്ല. നിന്റെ അവിശ്വാസിയാകുന്ന സഹോദരനെ കൊണ്ടു അവൻ വിശ്വാസത്തിനെതിരായി നിൽക്കുന്നു. നിന്റെ വിശ്വാസത്തിന് കളങ്കമാകുന്ന രീതിയിലാണ് അവന്റെ പ്രവർത്തനങ്ങൾ പോകുന്നത് എങ്കിൽ പരിശുദ്ധ ഇസ്ലാം പറയുന്ന ധർമ്മ സമരത്തിൽ അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും ആ സമയത്ത് അവരുമായി നേരിട്ട് മുഖാമുഖം കാണുമ്പോഴേ നിന്റെ ഉറയിൽ നിന്ന് വാളെടുക്കാമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ഊരിപ്പിടിച്ച വാളുമായിട്ട് നടക്കാൻ പാടില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി. കൊച്ചുകുട്ടികളുടെ കയ്യിൽ പോലും മോശപ്പെട്ടതാകുന്ന മാരകായുധങ്ങൾ എവിടെന്നാണ് ഇത് കാണുന്നത്? കൊച്ചുകുട്ടികളുടെ കയ്യിൽ പോലും തോക്ക് പിടിപ്പിക്കുക എവിടെന്നാണ് ഇത് കാണുന്നത്? ചിന്തിച്ചു നോക്ക്. ലോകം എവിടെയെത്തി? സിനിമയുടെ ലോകത്തെ എതിർക്കപ്പെടുമ്പോ, സീരിയലിന്റെ ലോകത്തെ എതിർക്കപ്പെടുമ്പോ നിശ്ചിതമായി വിമർശിക്കുകയാണ് ആലിമീങ്ങൾ. അവർക്കൊന്നും അറിയില്ല. പുതിയ ലോകത്ത് ഇതൊക്കെ അനിവാര്യമാണെന്ന് പറഞ്ഞ് ജനിച്ചു വരുന്ന കൊച്ചുകുട്ടികളുടെ കയ്യിലേക്ക് പോലും യാമത്രിയും ഒക്കെ മക്കൾക്ക് ബുക്ക് ചെയ്ത് കൊടുക്കുന്നവർ പഠിച്ചു വെക്കണം. ആമസോൺ എന്ന് പറയുന്നതാകുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിലൂടെ അതിന്റെ ആളുകളോട് ബന്ധപ്പെട്ടിട്ടാണ് ഈ നന്ദമോടുള്ളതാകുന്ന കേടൽ എന്ന് പറയുന്ന സഹോദരൻ സ്വന്തം അമ്മയും അച്ഛനെയും കൊല്ലാനുള്ള മഴു സ്വയക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ്. സ്നാപ്ഡീൽ, ആമസോൺ എന്നൊക്കെ പറയുന്ന ഓപ്പറേഷനുകൾ വിളിച്ചിട്ട് അവർക്ക് മെസ്സേജ് അയച്ചിട്ട് ഇവന്റേതാകുന്ന പൈസ കൂടി ഇട്ട് കൊടുക്കും. വീട്ടിൽ സാധനം, അല്ലാതെ കടയിൽ പോയി ഒരു മഴ വാങ്ങി കൊണ്ടുവരേണ്ട പരിപാടിയില്ല. എന്തിനാ അവൻ അങ്ങനെ ചെയ്തത്? കടയിൽ പോയി മഴ വാങ്ങുമ്പോൾ കൂടുതൽ തെളിവായി ഇയാള് മഴ അവിടുന്ന് കടയിൽ നിന്ന് വാങ്ങുന്നു. പ്രത്യേകത ഇതിപ്പോ ആരും അറിയുന്നില്ല. നെറ്റിലൂടെയുള്ളതാകുന്ന വിൽപ്പനകൾ ചിന്തിച്ചു നോക്ക്. അതിനുള്ള ചർച്ചകളൊക്കെ ഉലമാക്കൾ നടത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. നെറ്റിലൂടെ ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോ കച്ചവടം ചെയ്യുന്ന സമയത്ത് ബൈബിളിന്റെ ബാബിൽ പ്രത്യേകമായ ഉലമാക്കൾ പറയുന്നുണ്ട്, നിങ്ങൾ സാധനം വാങ്ങുന്ന സമയത്ത് ആ പർച്ചേസ് ചെയ്യുന്ന സാധനം അതിന്റെ ക്വാളിറ്റി വ്യക്തമായ രീതിയിൽ തിരിച്ചറിയാൻ പറ്റില്ല. ഒരുപക്ഷെ ഈ നെറ്റിലൂടെ സായുക്തമാക്കുന്ന ഷൂസ് ആകട്ടെ, ചെരുപ്പാകട്ടെ, വസ്ത്രമാകട്ടെ, എത്രയോ ചെറുപ്പക്കാർക്ക് സമയത്ത് കൊണ്ടുവന്ന് നോക്കുമ്പോ മൊബൈൽ ഫോണിന്റെ കവർ വാങ്ങുന്നവർ, മൊബൈൽ ഫോൺ വാങ്ങുന്നവർ അവരുദ്ദേശിച്ചതാകുന്ന കളറാവൂല കൊണ്ടുവന്നിട്ടുണ്ടാവും. കാരണം എന്താണ്? കച്ചവടം എന്ന ഈ സമയത്ത് തിരിഞ്ഞു വരാം. അവസാനം ആ കച്ചവടക്കാരനെ അല്ലെങ്കിൽ കച്ചവടം കൊണ്ടുവന്നതാകുന്ന ആളുകളെ കസ്റ്റമർ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. ആ കച്ചവടത്തിന് വികാരമായിട്ട് അവൻ ചെയ്തു. കാരണം നേരിട്ടുള്ളതാകുന്ന കച്ചവടമല്ല, സാധനങ്ങൾ കാണാതെയുള്ള കച്ചവടത്തെ കുറിച്ചും ഷാഫി ബുഖാരിയിലെ ഉലമാക്കൾ വ്യക്തമായ രീതിയിൽ നമുക്ക് പഠിപ്പിക്കുക. എന്തൊക്കെ വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും ഈ ലോകത്ത് നിന്ന് വധിക്കാൻ, കൊല ചെയ്യാൻ വേണ്ടി കരുതിയ ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാകട്ടെ. ഈ വസ്തുതകളൊക്കെ കാണുമ്പോൾ നമ്മുടെ മക്കളിലേക്ക് ഒന്ന് ചിന്തിക്കണം. എന്റെ മകന്റെ ഇപ്പോഴത്തെ പോക്ക് അവൻ നല്ല രീതിയിൽ കാണാൻ പോകുന്നത് ഓരോരുത്തരെയും ചിന്തിക്കുന്നത്. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ദൃഷ്ടാന്തങ്ങൾ, ചില വാർത്തകളൊക്കെ നമുക്ക് മുമ്പിൽ ഇങ്ങനെ തരുന്നത്.
എന്റെ മകന്റെ ഇപ്പോഴത്തെ സ്റ്റേജ് പ്ലസ് ടു പഠിക്കുന്ന മകൻ അവരെ എത്ര മണിക്കാണ് വീട്ടിലേക്ക് വരുന്നത്? BA പഠിക്കുന്നതാകുന്ന മകള് അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള് അവിടെ ട്യൂഷനുണ്ട്, വെക്കേഷൻ ടൈമാണ്, ഈ ടൈമിൽ ട്യൂഷന് പോകുന്നുണ്ട്. ആ ട്യൂഷന് പോയിട്ട് അവിടെ എത്ര മണിക്കാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്? ഉമ്മ ശ്രദ്ധിക്കണം. കാരണം മോശപ്പെട്ട തലത്തിലേക്ക് കാലം പോയിക്കൊണ്ടിരിക്കണം. എന്റെ മോള് നല്ല രീതിയിലാണ്, ഞാൻ നമസ്കാരമുള്ളവരാണ്, നോമ്പ് പിടിക്കുന്നവരാണ്, എന്റെ ഭാര്യ നല്ല ഇബാദത്തുള്ളവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള പരീക്ഷകൾ ആലോചന നൽകൂല എന്ന് കരുതുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ മക്കള് സാലിഹാകേണ്ട ഇല്ലെങ്കിൽ വലിയ അപകടമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജുറൈള എന്ന് പറയുന്ന ഗോത്രക്കാരെ പ്രവാചകനെ വിളിച്ചു. ഒന്ന് സന്ധി സംഭാഷണം നടത്താൻ, ഞങ്ങൾക്കിടയിൽ ഞങ്ങളുടെ കുടുംബക്കാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ട്, നബി തങ്ങളൊന്ന് ചർച്ച ചെയ്യാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ തങ്ങൾ പോകരുത്, തങ്ങളെ വധിക്കാനുള്ള ശ്രമമാണ്, തങ്ങൾ പോകരുത്, തങ്ങളെ കൊല്ലാൻ വേണ്ടിയുള്ളതാകുന്ന ശ്രമമാണ്. തങ്ങൾ അവിടെ ചെല്ലും, ഈ കാര്യങ്ങളൊക്കെ സത്യസംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ തങ്ങളെ അറിവ് ചെയ്യാനുള്ള തന്ത്രമാണ് അവർ വരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപ്പോൾ തന്നെ കത്ത് വിട്ടു, എനിക്കിപ്പോൾ വരാൻ അസൗകര്യമുണ്ട് എന്ന് പറഞ്ഞ് പ്രവാചകൻ എഴുതി. ചരിത്രം വിശദീകരണം. ബനു നദീർ എന്ന് പറയുന്ന ഗോത്രം, ആ ഗോത്രക്കാർ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് വന്നു. വലിയൊരു ചുമരിന്റെ താഴ്ഭാഗത്തോട്ട് നബി തങ്ങളെ നിർത്തി. എന്തിനാണ്? ആ ചുമരിന്റെ നിഴൽവട്ടത്തോട്ട് നീങ്ങി നിന്ന് നമുക്ക് ഈ തണലത്ത് മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്താണ് അവരുടെ ഉദ്ദേശം? ആ ചുമരിന്റെ മുകൾ ഭാഗം തട്ടിയിട്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുതുകത്തേക്ക് മതിൽ വീട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു വന്നത് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോഴും ഇല്ലാതാക്കാൻ ഇവിടെ ആളുകൾ പരിശ്രമിച്ചിരിക്കെ നമ്മളെന്താ പ്രവാചകനിലേക്ക് ചേർത്ത് നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് കാരുണ്യം? നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. സ്വന്തം അച്ഛൻ എന്നെ കൊണ്ട് ഒന്നും തന്നില്ല, എന്റെ ജീവിതത്തിൽ അദ്ദേഹം സമ്പത്ത് എനിക്ക് നൽകിയിട്ടില്ല, എന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു തുണയുണ്ടാകിയിട്ടില്ല എന്ന് കരുതിയിട്ട് അച്ഛനെ പോലും അല്ലെങ്കിൽ സ്വന്തം ജന്മം നൽകിയെന്നാകുന്ന 58 60 വയസ്സുള്ള മാതാവിനെ പോലും അറിവിന് നടത്താൻ ഇന്നത്തെ സഹോദരങ്ങൾ തയ്യാറാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്ക്. നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൈനബ എന്ന് പറയുന്ന ജൂതസ്ത്രീ പ്രവാചകനെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുന്നത്. പ്രവാചകരോട് പറഞ്ഞു, നിങ്ങൾക്ക് നല്ല സുഭിക്ഷമായ ആഹാരം തരും, ഞാനൊരു പാവപ്പെട്ട സ്ത്രീയാണ്, ഇതര സമുദായത്തിലെ സഹോദരിയാണ്, എന്റെ ക്ഷണങ്ങൾ സ്വീകരിക്കുമോ? നിങ്ങൾ പറഞ്ഞ ഞാൻ സ്വീകരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നു. കൂടെ ഒരു പാവപ്പെട്ട ഒരു സഹാബിയുമുണ്ട്, ബഹുമാനപ്പെട്ട ബറാഇ ഇബ്നു മഅ്മൂർ റളിയല്ലാഹു അൻഹു. എത്ര ചരിത്രം പറയാനുണ്ട്, എത്ര ചരിത്രങ്ങൾ, എത്ര വിഷയങ്ങൾ നമുക്ക് പഠിക്കാൻ. ബറാഇ ഇബ്നു മഅ്മൂർ റളിയല്ലാഹു തആലയെ കൂട്ടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കൂടെ 2-3 പേരെ കൊണ്ടുവരും. കാരണം എന്താണ്? പട്ടിണിയാണ്, പാവപ്പെട്ട ഞാൻ മാത്രം വയറിറച്ച് ഭക്ഷണം കഴിച്ചാൽ പോരാ, എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് കൂടി ഭക്ഷണം കഴിക്കാൻ കരുതിയ സ്ത്രീയുടെ അടുക്കൽ നിന്ന് കിട്ടിയ സുഭിക്ഷമായ ആഹാരം അല്ലാഹുവിന്റെ റസൂൽ വായിലേക്ക് വെച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു പറഞ്ഞു, നബിയെ അവിടെ തുപ്പിക്കളയണം, ഈ പെണ്ണ് തങ്ങളെ ചതിച്ചതാണ്, ഇതിന് നിങ്ങൾ വഞ്ചിച്ചിരിക്കുന്നത് നബിയെ, ഒരു വിഷമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പി തൊട്ടടുത്തിരിക്കുന്ന അന്യായിലേക്ക് പ്രവാചകൻ നോക്കിയപ്പോൾ ദിവസങ്ങളോട് വിശന്ന് വന്നിരുന്നതാകുന്ന പാവപ്പെട്ട സഹാബി അറിയാതെ പെട്ടെന്ന് ആ വിശപ്പിന്റെ കാഠിന്യത കഴിച്ചു പോയി. കൊടും വിശന്നിരിക്കുകയാണ് ഭക്ഷണത്തിൽ. സഹാബി മനുഷ്യൻ അപ്പോഴെ തന്നെ മരണപ്പെടുന്നു. ചരിത്രമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൽ പോലും, നമ്മളെ കഴിക്കുന്ന കുടിവെള്ളത്തിൽ പോലും ഞാൻ ഈ മിനറൽ വാട്ടറൊക്കെ വാങ്ങുമ്പോൾ പലപ്പോഴും ചിന്തിച്ചു പോകും, ഇതിലൊക്കെ അപകടം വരുന്നില്ലേ? അപകടമില്ലേ? ഈ മിനറൽ വാട്ടറിലൊക്കെ എന്തെങ്കിലും ഒന്നൊക്കെ ഏറ്റുവിട്ടാൽ ആരുടെയൊക്കെ ജീവനാണ് അപകടപ്പെടുക. കോടിക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോകില്ലേ? ശ്രദ്ധിക്കട്ടെ മുസ്ലിം സഹോദരങ്ങൾ, നമുക്ക് തട്ടിയിരിക്കുന്ന നിഅമത്തുകൾ നമ്മൾ ശ്രദ്ധിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വന്ന ആ പട്ടിണി പാവമാകുന്ന സ്വഹാബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയപ്പോഴത്തേക്കും അദ്ദേഹം ഈ വിഷമാകുന്ന വിഷക്കലർന്ന ആഹാരം കഴിച്ചതിന്റെ പേരിൽ സെക്കൻഡിൽ തന്നെ മരണപ്പെട്ടു. ആ സെക്കൻഡിൽ തന്നെ മരണപ്പെട്ടുപോയി. അത്തരത്തിലുള്ള പുതിയ വിഷം. ചില ഉലമാക്കൾ പറയുന്നു, പ്രവാചകന്റെ വഫാത്തിന്റെ സമയത്ത് ആ വിഷത്തിൻ്റെതാകുന്ന അംശങ്ങൾ തട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെയുണ്ട്. പ്രവാചകന്റെ വഫാത്തിലേക്ക് നയിച്ചത് ആ വിഷത്തിന്റെ അംശമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെ.
ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ ശ്രദ്ധ വേണം, വളരെയേറെ ശ്രദ്ധ വേണം. ഒരു മുമ്പിനാകട്ടെ ഒരു അമുസ്ലിം ആകട്ടെ നമ്മുടെ കരം കൊണ്ട് അവന് വേദന ഉണ്ടാകാൻ പാടില്ല. എന്താ മുസ്ലിം എന്ന് പറഞ്ഞാൽ, എന്താ മുസ്ലിം എന്ന് പറഞ്ഞാൽ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി ശഫീഉന റസൂലുള്ളാഹി. അതിനുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ നാവ് കൊണ്ടും അവന്റെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും കൊണ്ടും മറ്റുള്ളവർ അവരിൽ നിന്ന് സുരക്ഷിതരാണ്. അതാണ് യഥാർത്ഥ മുസ്ലിം. അങ്ങനത്തെ ഒരു മുസ്ലിം, അങ്ങനത്തെ ഒരു മോമിനിന് എങ്ങനെയാണ് സ്വന്തം സഹോദരന് അറുപത് നടത്താൻ കഴിയുക? സ്വന്തം അമ്മയെയും സ്വന്തം അച്ഛനെയും മാതാപിതാക്കളെയും സ്വന്തം കുടുംബാദികളെയും അയൽവാസികളെയും എങ്ങനെയാണ് വേദനിപ്പിക്കാൻ തോന്നുക? ഒരു അടിയുടെ വിഷയത്തിൽ, വഴിയുടെ ഒരു വിഷയത്തിൽ തർക്കമുണ്ടായി, അവസാനം അവരുമായി ബഹളം വെച്ചു, കോടതിയിൽ പ്രശ്നമായി, കോടതി പോലും അംഗീകരിക്കാതെ വരുമ്പോ ഏതെങ്കിലും കൊട്ടേഷൻ ടീമിനെ ആളെ കൊടുത്തിട്ട് കൊല ചെയ്യിച്ചു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ ആഖിറത്തിൽ നിനക്ക് രക്ഷപ്പെടണ്ടേ? ആഖിറമല്ലേ നമുക്ക് വേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യഖ്തുൽ മുഅ്മിന മുതഅമ്മിദാ ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫീഹാ വഗളിബ അല്ലാഹു അലൈഹി വലഅനഹു വഅദ്ദ ലഹു അദാബൻ അദീമാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് തന്റെ പ്രിയപ്പെട്ട അനുയായികളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആരെങ്കിലും മുഅ്മിനാകുന്ന ഒരു മനുഷ്യനെ, മുഅ്മിനത്താകുന്ന ഒരു സഹോദരിയെ അകാരണമായി കൊലപ്പെടുത്തിയാൽ യാതൊരുവിധ കാരണവുമില്ല, വിശ്വസിക്കണവര് ഇവരെ കൊന്നുകൊണ്ടൊന്നും എനിക്കൊരു കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് രാഷ്ട്രീയ ലാഭമാകട്ടെ അല്ലാതാകട്ടെ, കുടുംബ പ്രശ്നമാകട്ടെ അല്ലാതാകട്ടെ, എന്ത് കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഈ ഒരു മുസ്ലിം ആകുന്ന ഒരു മനുഷ്യനെ നീ വധിച്ചു കളഞ്ഞാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് അവ കത്തിച്ചൊലിക്കുന്നതാകുന്ന ജഹന്നമെന്ന നരകമാണെന്ന് വിശുദ്ധ ഖുർആൻ. ഖാലിദൻ ഫീഹാ, കാലാകാലം അവനതിൽ വസിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. വൻ പാപമാണ് മറ്റൊരാളെ കൊല്ലുക. വഖത്തുൽ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ, വൻ പാപങ്ങളിൽ പെട്ടതാണ് മറ്റൊരാളെ അകാരണമായി കൊലപ്പെടുത്തുക. വൻ പാപം ചെയ്യുന്ന ഒരു വ്യക്തി കാലാകാലം നരകത്തിൽ കിടക്കുമോ? പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ഫുഖഹാക്കളുടെ ഐക്യകണ്ഠേന അവർ പറഞ്ഞു, കാലാകാലം സ്വർഗത്തിൽ കിടക്കൂല, അല്ല നരകത്തിൽ കിടക്കൂല, കുറെ നാൾ നരകത്തിൽ കിടന്നതിന് ശേഷം പിന്നെ അവനെ സ്വർഗത്തിലേക്ക് തന്നെ ഇടും. മുഅ്മിനായതിന്റെ പേര്, വിശ്വാസിയായതിന്റെ പേര്. പറഞ്ഞത് മനസ്സിലായില്ല? ഒരു വിശ്വാസിയാകുന്ന മനുഷ്യൻ മറ്റൊരു വിശ്വാസിയെ കൊലപ്പെടുത്തിയാൽ വിശ്വാസം അവനിൽ ഉണ്ട് എന്നതിന്റെ പേരിൽ കാലാകാലം മറ്റൊരാളെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ അവനെ നരകത്തിൽ ഇടുമോ ഇല്ലയോ? ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ ഉലമാക്കൾ പറഞ്ഞു, ഇവന്റെ മനസ്സിലെ നിയ്യത്താണോ? അവന്റെ മനസ്സിലെ നിയ്യത്ത് എന്താണ്? ഈ മുഅ്മിനായ മനുഷ്യനെ കൊല്ലത് കൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ വെറുതെ വിടും, റബ്ബ് എനിക്ക് വെറുതെ തരും എന്നുള്ള നിയ്യത്താണ് നിന്റെ മനസ്സിൽ എങ്കിൽ കാലാകാലം നരകത്തിൽ തന്നെയാണ്. അതല്ല, ഇവനെ കൊല്ലുന്ന സമയത്ത് ഇവന്റെ മനസ്സിൽ നിയ്യത്ത് അങ്ങനെയൊന്നുമില്ല, അതറിയാതെ ചെയ്തു പോയതാണ് എങ്കിൽ അവനെ കുറച്ചു നാൾ നരകത്തിലിട്ടതിന് ശേഷം പിന്നെ സ്വർഗത്തിലേക്ക് കടത്തുമെന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരുടെ ചർച്ച. ഏതായിരുന്നാലും ഒരു മനുഷ്യനെ അവന്റെ മനസ്സിന് നിയ്യത്ത് എന്താണ്? മുസ്ലിം സഹോദരനെ കൊലപ്പെടുത്തുമ്പോഴത്തേക്കും എനിക്ക് ദുനിയാവിൽ ആരോട് ചോദിക്കാനില്ല, നാളെ ആഖിറത്തിലും റബ്ബൊന്നുമില്ല, മരണമില്ല, ഖബറില്ല, മഹ്ശറില്ല, ഒരു വിചാരണയും എനിക്ക് പേടിയില്ല, പുല്ല് വരെയായിട്ട് അവൻ കാണുകയാണ്. മുസ്ലിം സഹോദരങ്ങളുടേതാകുന്ന ശരീരത്തിൻ്റെതാകുന്ന രക്തകണങ്ങളെ അത്തരത്തിൽ അവൻ വിലക്കിട്ടാൽ ഏത് രാഷ്ട്രീയത്തിന്റെ പ്രമുഖർ നിനക്ക് ഈ ദുനിയാവിൽ സപ്പോർട്ട് ചെയ്താലും നാളെ ആഖിറത്തിൽ എത്തുമ്പോ അടച്ചറപ്പിന്റെ നിർമ്മാണം നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ജഹന്നം എന്ന നരകമാണ്. എന്താ ജഹന്നം? ലിഅന്നഹു യതജഹമു വജൂഹൽ റിജാലി വൻ നിസാ. ഞാൻ നരകത്തെ കുറിച്ച് പറഞ്ഞത് പ്രഭാഷണം യൂട്യൂബിലുണ്ട്, നിങ്ങൾ കേൾക്കണം. ലിഅന്നഹു യതജഹമു വജൂഹൽ റിജാലി വൻ നിസാ. മനുഷ്യന്റെ മുഖത്തിന്റെ ചർമ്മങ്ങളും അവന്റേതാകുന്ന ശരീരത്തിലെ മജ്ജകളും മാംസങ്ങളും കരിച്ചു കളയുന്നതാണ് ജഹന്നമ നരകം. അതുകൊണ്ടാണ് ജഹന്നമിനെ സുഫിയ ജഹന്നം, ജഹന്നം എന്ന പേര് വെക്കാൻ കാരണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി
മുഖത്തെ ചർമ്മങ്ങളും മാംസങ്ങളും മജ്ജകളും ഒക്കെ കരിച്ച കൊടുകളയും ആ നരകത്തിലേക്ക് അടുക്കുമ്പോൾ തന്നെ എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ആ നരകത്തിൽ കാലാകാലം വസിക്കേണ്ടി വരും. മാത്രമല്ല അല്ലാഹുവിന്റെ ശാപം അവനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. ഇത് മാത്രമല്ല, അവന് മറ്റുള്ളതാകുന്ന ശിക്ഷകളും വലിയ വലിയ ശിക്ഷകളും അവന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ശരീരത്തിന് വിലയുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് വിലയുണ്ട്. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിക ഭരണാധികാരികൾ ഇസ്ലാമിക ഭരണം നിൽക്കുന്നതാകുന്ന സിനാ കേന്ദ്രങ്ങളിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കണ്ണെടുത്തവനെ ചെവി മുറിച്ചു കളഞ്ഞവരെ ചെവി മുറിച്ചു കളഞ്ഞിട്ട് അത്തരത്തിൽ അവരോട് തിരിച്ചു കണ്ണ് കൊഴുത്ത കുത്തിക്കളഞ്ഞോ എങ്കിൽ അവന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തിട്ട് ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ മൂക്ക് ഛേദിച്ചു എങ്കിൽ അവന്റെ മൂക്ക് തിരിച്ചു വെട്ടിയിട്ട് തന്നെ ഖിസാസ്. ഒരു മനുഷ്യൻ കൊന്നുകളഞ്ഞു എങ്കിൽ അവനെ അതേ രീതിയിൽ തന്നെ കൊന്നുകളയുക എന്ന് പറഞ്ഞാൽ അവന്റെ കഴുത്ത് ഛേദിക്കുക. ഇത് പരിശുദ്ധ ശരീഅത്തിൽ ഇസ്ലാമിന്റെ നിയമമാണ്. നമ്മുടെ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൽ നമുക്കും നല്ല രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുഖേന മറ്റൊരാൾക്ക് മുറിവേൽക്കാൻ പാടില്ല. അത് സ്വന്തം സഹോദരന് പാടില്ല, ഒരു അമുസ്ലിം സഹോദരന് പോലും പാടില്ല എന്ന് പറയുമ്പോൾ മാതാപിതാക്കളെ വേദനിപ്പിക്കുക, അവരെ അറവുല നടത്തുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ മോശപ്പെട്ട തലത്തിലേക്ക്, അഥവാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖിയാമത്ത് നാളിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സാലിഹീങ്ങളിൽ ആബിദീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരത്തിലുള്ള അപകട മരണങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് അല്ലാഹു നമ്മയും നമ്മളോട് ബന്ധപ്പെട്ട സർവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ.